ദുബായില് പോയിട്ട് 10 ദിവസത്തിന് പോയിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ ഫുഡോ? കേരളത്തിലെ മന്തി ഫാൻസിന് പൊങ്കാലിടും. ഞാൻ മന്തി ഇഷ്ടമില്ലാത്ത ആളാണ്. മന്തി വിത്ത് മയണൈസ് ഇഷ്ടമില്ലാത്ത ആളാണ്. കേരളത്തിലെ മന്തി വിത്ത് ഇവിടുത്തെ മന്തി നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാലും മന്തി എനിക്ക് ഇഷ്ടമാണ്. മീനിന്റെ ജീവൻ പോകുന്നതിന്റെ മുൻപ് മീനെ നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബേസിക്സ് ആണ്, ഒന്നുമില്ല. ആ ഒരു കറി വെച്ചു, അതുപോലെ വറുത്ത് വന്നു. എൻ്റെ ജീവിതത്തിലെ ബെസ്റ്റ്. അപ്പൊ ഹണ്ടാണ് ലിറ്ററലി ഞാനും ചെയ്യുന്നത്. അങ്ങനെയാണ് ഫുഡ് ഹണ്ട് എന്നുള്ളൊരു ആ ഒരു സാധനത്തിലോട്ട് എത്തുന്നത്. നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു ഹൈപ്പ് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലാണ്. ഷെല്ല് കളഞ്ഞിട്ടുള്ള ഒച്ചിന്റെ സാധനങ്ങളുണ്ട്. വിത്ത് ഷെല്ലാണെങ്കിൽ അത് തരും, അത് കുത്തിയെടുക്കാൻ ഒരു സാധനം തരും. എന്നാൽ നമ്മളെങ്ങനെ കഴിക്കുക വെച്ചാൽ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിക്കും, അങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ആ സോസിൽ ഡിപ്പ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 5 ടൈപ്പ് കണ്ട ഉച്ചകൾ കഴിച്ചു. എന്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചിക്കൻ കറിയാണ്. അത് ചിക്കന്റെ ലെഗ് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് അതിൽ ആപ്രിക്കോട്ടും നട്ട്സ് ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഒരു റെഡ് കളർ മസാല. എനിക്ക് ടേസ്റ്റ് പറഞ്ഞില്ല, ഭയങ്കര റിച്ച് ടേസ്റ്റാണ്. അത് വസ്വ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി കാശ്മീരി സദ്യയാണ്. അതിൽ പല പല ഡിഷുകൾ, റൈസ് ഉണ്ടാവും, അവിടെ പല ഗുസ്താവോ, ഒരുപാട് ഡിഷുകൾ അതിലുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്ത് അത് തന്നെ പ്രൊഫഷൻ ആക്കി മാറ്റിയ ഫുഡ് ഹഡർ സാബു ആണ് ഇന്ന് എൻ്റെ ഒപ്പം. വെൽക്കം. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇൻട്രോ ആണ്. കാരണം കറക്റ്റാ, നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്, എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ട്രാവൽ ചെയ്യാറ്. അതാണ് ആദ്യത്തെ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി. ഓൾമോസ്റ്റ് നമ്മള് ഒരുവിധ സ്ഥലങ്ങളെല്ലാം ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിതൊരു താജ്മഹൽ കണ്ടിട്ടില്ല. എല്ലാരും കണ്ടിട്ടുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം അതിൽ നത്തിങ് എക്സൈറ്റിംഗ്. ഇപ്പൊ ആഗ്രയില് പോയിട്ടുണ്ട്, താജ്മഹലിന്റെ അടുത്ത് ഇതുവരെ പോയിട്ടില്ല. നമ്മളവിടുന്ന് വേറെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് എവിടെ പോവാണെങ്കിലും അങ്ങനെയാണ്. പിന്നെ ഫാമിലി ആയിട്ട് പോകുമ്പോഴും അതാ പറയാ, ഒന്നുമില്ല, എന്റെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഐറ്റിനറി എന്ന് പറഞ്ഞാൽ ഫുഡ് ഇത് മാത്രമായിരിക്കും. ശരിക്കും ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡിനെ പറ്റി കൂടെയുള്ള ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. ഇല്ല, സത്യം റെഡിയാക്കില്ലേ? കറക്റ്റ് ആണ്. ഇനി വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് റോളും ഇല്ല. ഇനിയിപ്പോ അവരിപ്പോ അവിടെ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എവിടെ പോകണം എന്നുള്ളത്, ഏത് കട ഏത് ഫുഡ്. സത്യം. ശരിക്കും ഉമ്മർ സാബു എന്ന് ഒരു ഫുഡ് ഹണ്ടർ സാബുവിലേക്കുള്ള ഒരു ജേർണി അതെങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? എൻട്രൻസ് കോച്ചിങ്ങിന്റെ സമയത്താണ് തുടങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഫുൾ സ്റ്റോറി എന്താ? അല്ല, അത് എൻട്രൻസ് കോച്ചിങ് സമയത്ത് എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നതാ. കാരണം വീടിന്ന് മാറിയിട്ട് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നത് ആ സമയത്താണ്. തൃശ്ശൂര് പി സി തോമസ് സാറിന്റെ അവിടെ. അപ്പൊ ഒരു 1 hour, ഒരു 1.5 hour നമുക്ക് ഹോസ്റ്റലിൽ നമുക്കൊരു റിലാക്സ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ട്. പുറത്തു പോകാം, നമുക്കൊരു 1.5 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാം. അത് സിറ്റിയിൽ തന്നെയാണ് ഹോസ്റ്റൽ ഉള്ളത്. അപ്പൊ നമ്മൾ ആ സമയം ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കുഞ്ഞു വഴികളൊക്കെ ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും ഓരോ ദിവസവും എന്തെങ്കിലും കുഞ്ഞു കടകൾ കയറിയിട്ട് ഒറ്റയ്ക്ക് അത് മിക്ക ദിവസം ചെയ്യും. അതാണ് സത്യം പറഞ്ഞ എൻ്റെ ഒരു തുടക്കം എന്നുള്ളത്. അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് തന്നെയാണ് പറയുന്നത്, എന്താ നീ നിനക്കൊരു ഇൻസ്റ്റ തുടങ്ങിക്കോ. അപ്പോഴും ഇതിന് വ്ളോഗിങ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലും അല്ല, കാണാൻ അറിയാം, അത് പോയി കഴിക്കാനുള്ളതല്ല, നമുക്ക് കൗതുകമാണ്, കാണാൻ ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട്. ഫുഡിന്റെ പണ്ട് കുക്കിംഗ് വീഡിയോ നമ്മളെ ലക്ഷ്മി നായർമാരൊക്കെ കുക്ക് ചെയ്യുന്ന വെറുതെ ഇരുന്ന് കാണും. നമ്മളൊന്നും ഉണ്ടാക്കുകയില്ല, ഒന്നും ഉണ്ടാക്കാൻ നോക്കാനൊന്നും പോണില്ല. വീഡിയോസ് കാണുമ്പോ കിട്ടുന്ന ഒരു ഫുഡ് ഇങ്ങനെ കാണാൻ, കുറെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫുഡ് കാണാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റ എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ തോന്നി നമുക്കെന്ന് എന്തുകൊണ്ടത് നമ്മൾ ചുമ്മാ പോയി കഴിക്കുന്നൊക്കെ ഫോട്ടോ ഇട്ട് തുടങ്ങാം. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പോയി കഴിക്കുന്നതൊക്കെ ഫോട്ടോ ഇട്ട് തുടങ്ങി. ഈ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞ സമയത്ത് ഇതുപോലെ റെസ്പോൺസ് വരുന്നുണ്ടായിരുന്നു? അത് ഭയങ്കര സ്ലോ റെസ്പോൺസാ. ആളുകൾ മെസ്സേജ് ഒക്കെയാണ് നമ്മൾ ഇടുമ്പോ, ബ്രോ എങ്ങനെയാ ലൊക്കേഷൻ, എങ്ങനെ അങ്ങോട്ട് പോവാം, ഏതാ ടൈം, എങ്ങനെയാണ് ആളുകൾ. അന്ന് നമ്മൾ ഇന്നത്തെ പോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഒന്നും ആ സമയത്ത് ഇല്ല. ആ സമയത്തൊന്നും ഇല്ല. ഈ 2016 എന്ന് പറയുന്ന സമയത്തൊന്നും. ഇടുന്നുണ്ടെങ്കിൽ അല്ല, ആളുകൾ എന്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അതിനോട് എഫേർട്ട് എടുത്ത് പോകുന്ന സംഭവങ്ങൾ അന്ന് അത്ര
ട്രെൻഡ് ആയിട്ടില്ല ഇന്ന സമയം. ആക്ച്വലി ആ ട്രെൻഡ് ഏറ്റവും കൂടുതൽ വന്നത് ലോക്ക്ഡൌണിന് ശേഷം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ നോർത്തിലും പുറത്തൊക്കെ ഉള്ള ഫുഡിന്റെ ഫോട്ടോസ് ഇടുന്നതും അങ്ങനത്തെ ഫുഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണാൻ തുടങ്ങി. അപ്പൊ അതുവരെ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഉമ്മർ സാബു തന്നെയാണ്. പിന്നെ ഫോട്ടോയും റാൻഡം ക്ലിക്സ് ഒക്കെ റാൻഡം ഒരാളുടെ എന്തൊക്കെയാണ് അതൊക്കെ ഉള്ള നമ്മൾ കണ്ണി കണ്ടതൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴാണ് തോന്നിയത് ഒക്കെ എന്നൊരു പേര് മാറ്റാം, ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് എന്തിടാം. അപ്പൊ ഞാൻ ലിറ്ററലി ഫുഡിന് വേണ്ടി ട്രാവൽ ചെയ്യാണ്, സ്മോൾ ലൈക്ക് എ ഹണ്ട്. പിന്നെ മനുഷ്യന്റെ ഫുഡിനുള്ള ഫസ്റ്റ് ഹണ്ടിങ് ആണ് ഫസ്റ്റ്. നമ്മള് കൃഷി തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയത്തോളം ഫാമിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഹണ്ടിങ് ആണ് ഫസ്റ്റ്. അപ്പൊ ഹണ്ടിങ് എന്നാണ് മനുഷ്യന്റെ എല്ലാതും ഹണ്ട് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണ് അതെ. അപ്പൊ ഫുഡിന് വേണ്ടിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഓരോന്ന് മാറുന്നത്. അങ്ങനെ ഹണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഇത് വെച്ചിട്ടാണ് പിന്നെ ക്ലോത്ത് ഉണ്ടാക്കുന്നത്, ഹണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് സെറ്റിൽ ആവുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഹണ്ടാണ് ലിറ്ററലി ഞാനും ചെയ്യുന്നത്. അങ്ങനെയാണ് ഫുഡ് ഹണ്ട് എന്നുള്ളൊരു ആ ഒരു സാധനത്തിലോട്ട് എത്തുന്നത്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു ഹൈപ്പ് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലാണ് വീഡിയോസ് കൂടുതൽ മുമ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് ടൈമിലാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് ഇതിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടും, നമുക്കിത് പ്രൊഫഷൻ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നത് കോവിഡ് ടൈമിലാണ്. ഒരുപാട് ഫുഡ് കഴിക്കുകയും ഫുഡിന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇച്ചിരി മടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? സാബുവിന് മടിയാണോ? പക്ഷെ ഈ കോവിഡിന്റെ സമയത്താണ് അമ്മയുടെ റെസിപ്പീസ് കുറെ ട്രൈ ചെയ്തിരുന്നത്. അമ്മയുടെ കുക്ക് ചെയ്യുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നു. കുക്ക് ചെയ്യുന്നത് അമ്മേനെ, കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഫാദറാണ്. വൈഫിന് ഡ്യൂട്ടി ഉണ്ട്. ശരിക്കും വീട്ടുകാരും ഇതുപോലെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഹോട്ടൽ ഫീൽഡ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ? ഭയങ്കര ഫുഡിന് ഭയങ്കര താല്പര്യമുള്ളതാണ്. കാരണം എന്റെ ഗ്രാൻഡ് ഫാദറിന് പുറത്ത് UAE റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. ആള് മരണപ്പെട്ടു. ആള് 50 വർഷത്തോളം UAE ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആൾക്ക് ഹോട്ടൽ പരിപാടികൾ, റെസ്റ്റോറന്റ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ, അങ്ങനെ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ്മ ഭയങ്കര ഫുഡിയായിരുന്നു. ആൾക്ക് ഭയങ്കര സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, എന്ത് വേണം. പിന്നെ രാത്രി പറയും നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പറയും ലഞ്ചിന് എന്ത് കറി വേണം, ഈവനിങ് എന്ത് സ്നാക്ക് വേണം. അങ്ങനെ ഭയങ്കര ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര പ്ലാനിങ് ആണോ സാബുവിന് കിട്ടിയേക്കണേ? എവിടെയെങ്കിലും പോകുമ്പോ പ്ലാനിങ് എന്നുള്ളതിനേക്കാൾ രുചിയാണ്. കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്കുള്ള പോക്കറ്റ് മണി തരാ, ഇതിന് പോയി കഴിക്കുന്നു ആ തരുന്ന ആള് ഗ്രാൻഡ്മയാണ്. ആള് ലാസ്റ്റ് പല്ലൊക്കെ പോയി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കപ്പലണ്ടി മുട്ട നമ്മൾ ചതച്ചിട്ടൊക്കെ കൊടുത്തായിരുന്നു. ആള് ഭീകര ഫുഡിയായിരുന്നു. ഒരു രക്ഷയില്ല. ഭീകര ഫുഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുഡ് കഴിക്കാനും വീട്ടില് ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനൊക്കെ. അപ്പൊ നമുക്ക് ആ ഒരു ടേസ്റ്റ് എന്നുള്ള സാധനം, കാരണം ചെറുത് മുതലേ വീട്ടില് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കുഞ്ഞുനാൾ മുതൽ എന്റെ വീട്ടില് പൊറോട്ട ഉണ്ടാക്കും. അധികം ആളുകളൊന്നും വീട്ടില് പൊറോട്ട ഉണ്ടാക്കില്ല. എന്റെ വീട്ടില് പൊറോട്ട ഉണ്ടാക്കും. അല്ല, ഗ്രാൻഡ് മദർ ഉണ്ടാക്കുക. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ആളുകളുണ്ട്. എന്റെ ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാള് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റും. കറക്റ്റ് ടൈമില് സാധനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സപ്പോർട്ടും വേണം. നല്ല ഹോട്ട് ചോക്ലേറ്റ് മാഷ്മെല്ലോ എന്ന് തോന്നുന്നു. അവിടെ ഹോട്ട് ചോക്ലേറ്റിന്റെ ചൂട് അതങ്ങോട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിനുണ്ട് ഒരു മാസം അറ്റ്ലീസ്റ്റ് എത്രയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടാവും ഫുഡിന് വേണ്ടിട്ട്? ഫുഡിന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 50,000 രൂപയ്ക്ക് എനിക്ക് ഫുഡ് ബില്ലാവുന്നുണ്ട്. ഒരു മാസം അതിങ്ങനെ തേടി കണ്ടുപിടിച്ച് തപ്പി പിടിച്ച് പോണാണോ? അതായത് വിശ്വസിക്കൂല, ഞാന് ദുബായില് പോയിട്ട് 10 ദിവസത്തിന് പോയിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ ഫുഡോ? സാബുവിന്റെ ഏറ്റവും കൂടുതൽ വീഡിയോസിലൊക്കെ ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കാണാൻ നല്ല വലുപ്പത്തിലുള്ള റെസ്റ്റോറൻറ്റ്സോ ഹോട്ടൽസോ സ്പോട്ട്സ് ഒന്നും ആയിരിക്കില്ല, ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട്സ് ഒക്കെ ആയിരിക്കും. അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ വലുപ്പത്തിലല്ല രുചിയിലാണ് കാര്യം എന്നൊക്കെ പറയണ പോലെ. അതില് ഒരു മെയിൻ ഫാക്ടർ എന്താ പറഞ്ഞിട്ട്, നമ്മള് പല സ്ഥലത്തും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ പഴയ ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ പഴയ രുചിയില്ല. അന്ന് കഴിച്ച അൽഫാമിന് അത്ര പോലെ, അല്ലെങ്കിൽ അന്ന് കഴിച്ച മന്തിന് അത്ര പോലെ. കാരണം മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റാഫിന് വെച്ച് ചെയ്യുന്ന, നമ്മുടെ നാട്ടില് ഷെഫ് ഡ്രിവൻ റെസ്റ്റോറൻറ്റ്സ് ഭയങ്കര കുറവാണ്. ഇപ്പോ ഷെഫ് ഡ്രിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഷെഫാണ്, ആ ഷെഫ് അവിടെ ഉണ്ടാവും, ഷെഫാണ് അവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പോഴത്തെ ടേസ്റ്റ് മാറില്ല. ഇപ്പൊ ജപ്പാൻ
റീസെന്റ് നമ്മൾ മഞ്ജു ചേച്ചി പോയായിരുന്നു. അപ്പൊ മഞ്ജു ചേച്ചി അതിന്റെ കുറെ എക്സ്പീരിയൻസ് പറഞ്ഞു പല സ്ഥലത്തും. അപ്പൊ അങ്ങനെ ഒരാൾ നിന്നു, ആളിങ്ങനെ ഉണ്ടാക്കി, നമ്മൾ ടേബിളൊക്കെ റിസർവ് ചെയ്ത് വെയിറ്റ് ചെയ്ത്, അങ്ങനെയാ ഒരാൾ തന്നെ എപ്പോഴും ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് മാറില്ല. പക്ഷെ നമ്മുടെ റെസ്റ്റോറന്റ് ആകുമ്പോൾ നമ്മൾ പോകുമ്പോൾ കഴിച്ച സ്റ്റാഫ് ആയിരിക്കില്ല അടുത്ത തവണ പോകുമ്പോൾ ഒബ്വിയസ്ലി മാറിയിട്ടുണ്ടാവും. മെയിൻ ഷെഫിനെ മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു കുഞ്ഞിക്കട എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനോ ചേച്ചി അല്ലെങ്കിൽ ഒരു അപ്പൂപ്പനോ അമ്മൂമ്മയോ അവരുടെ എന്താ പറയുക, അവരുടെ ജീവിതം നടന്നു പോകുന്നത്, അവരുടെ ജീവിതമാർഗമാണത്. അവര് എന്നും ഒരേപോലെ ചെയ്യുന്നത്, ഒരേ പാറ്റേണ ഫോളോ ചെയ്യാ, അവര് തന്നെ കുക്ക് ചെയ്യുന്നത്. അവിടുത്തെ രുചികൾ മാറില്ല, എന്നും ടേസ്റ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പല ലെജൻഡറി സ്ഥലത്തിന്റെ ഇപ്പൊ ടേസ്റ്റ് ഇല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് അന്നുണ്ടാക്കി പറഞ്ഞ പോലെ അതിന്റെ ഫൗണ്ടേഴ്സ് മരിച്ചു പോയിട്ടുണ്ടാവും. നമ്മള് പറയും കായ്ക്കയുടെ ബിരിയാണി പണ്ടത്തെ ടേസ്റ്റ് ആവുന്ന കായ്ക്കയുടെ ആദ്യത്തെ പണിക്കാരൊക്കെ കായ്ക്കല്ല ബിരിയാണി ഉണ്ടാക്കിയിരുന്നത് ആക്ച്വലി കായ്ക്കയുടെ പണിക്കാരാ. പക്ഷെ കായ്ക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പണിക്കാര് ജനറേഷൻ മാറുമ്പോൾ അവര് മരിച്ചു പോയിട്ടുണ്ടാവും, മേ ബി അവരും മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് അപ്പൊ കുഞ്ഞു സ്ഥലങ്ങളിൽ നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. നല്ല ഫുഡിന്റെ സ്മെല്ല് വരുന്നു, ബീഫിന്റെ സ്മെല്ലാ വെറുതെ കൊതിപ്പിക്കും. നല്ല വീട്ടിലുണ്ടാക്കുന്ന കറിയാണ് ബീഫ് ഉണ്ടാക്കുന്ന ബീഫ് തിളക്കുന്ന സ്മെല്ലുണ്ടല്ലോ, എവിടെയാ നമുക്ക് കുറച്ച് കിട്ടും. കൺട്രോള് പോയി വെറുതെ നല്ല ബീഫ് തിളക്കുന്നതാണ് പറഞ്ഞത്, വിഷയത്തിൽ തെന്നി മാറി. അപ്പൊ അതാണ് മെയിൻ, ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുഞ്ഞിക്കടകളാണ്. പിന്നെ കുഞ്ഞിക്കടകളില് അവര് എപ്പോഴും അവരുടെ ജീവിത മാർഗം എന്നുള്ളിടത്തോളം ചെയ്യുന്നത്, നോ ഫാൻസി. അവർക്ക് ഈ പറഞ്ഞ പ്രമോഷനോ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊന്നും അല്ല, അവരവരുടെ ലൈഫിന് വേണ്ടിയിട്ട്. അതുപോലെ സീ ഫുഡ് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കടലിൽ പോയി മീൻ പിടിച്ച് കഴിച്ചൊരു കഥയൊക്കെ ഇല്ലേ, അതെന്താ? അത് എന്റെ ബെസ്റ്റ് ലൈഫിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ദിവസം പോയി രാവിലെ 5 മണി സമയത്തോ നേരത്തെ വന്ന് സ്റ്റേ ചെയ്തു. നമ്മൾ കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്ന്, കറക്റ്റ് ഞാൻ പോയ സ്ഥലം മറന്നുപോയി, എവിടെ കൊടുങ്ങല്ലൂർ സൈഡിൽ നിന്നാ നമ്മൾ ഫസ്റ്റ് ഡേ ഈ പറഞ്ഞ തലേദിവസം വന്ന് സ്റ്റേ ചെയ്ത് രാവിലെ പോയി അകത്തോട്ട് മീനൊന്നും കിട്ടിയില്ല, നിരാശനായിട്ട് തിരിച്ചു വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് പോകുന്നത്. അതേപോലെ തന്നെ ഏർലി മോർണിംഗ് ഞാൻ മോനെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, കാരണം മീനിനെ അവർ സ്പോട്ട് ചെയ്യുമ്പോ ഇവർ രണ്ടുപേരെടുത്ത് ചാടും, വല കൊണ്ട് ചാടും ഈ ബോട്ടിൽ നിന്ന്. എന്നിട്ട് ഇങ്ങനെ ബോട്ട് പിന്നെ ഇങ്ങനെ വട്ടം ചുറ്റും, വല മൊത്തം ഇതാവും. വല ഇങ്ങനെ ചുരുക്കി വരുമ്പോ തന്നെ നമുക്ക് ആദ്യം നമ്മൾ മീനെ കാണൂല, സ്പോട്ട് ചെയ്യുന്ന അവർക്ക് അതിനുള്ള സൊണാറോ എന്തോ പറയും, മീനെ സ്പോട്ട് ചെയ്യാനൊരു റേഡിയോഗ്രാഫിക് സാധനമുണ്ട്, നമുക്കപ്പൊ കാണില്ല. നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് ഒരു റേഡിയോ ഇമേജ് വരുന്ന ചോപ്പ് പച്ച നമ്മൾ പ്രെഡേറ്റർ സിനിമത്തെ അതിൽ കാണൂല. അതുപോലത്തെ ഇങ്ങനെ അല്ല, അങ്ങനെ നമുക്ക് മീനിന്റെ കൂട്ടാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. ഇതിങ്ങനെ എടുത്ത് ചാടി പിന്നെ ഇങ്ങനെ വല ഇങ്ങനെ ചുരുക്കി കൊണ്ടുമ്പോഴാണ് നമ്മളെ ഫിഷിനൊക്കെ നമ്മൾ കാണാറ്. മോനെ അപ്പത്തിന് അതും നമ്മൾ ചുറ്റും വെള്ളം, വേറെ ഒന്നുമില്ലല്ലോ, വേറൊരു ലോകമാണ് കടലിനകത്ത്. ആ പോകുന്നത് വേറെ ഒന്നും കാണുന്നില്ല. ആ മീനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അതെടുത്ത് ആ മീനെ പിടിക്കും. പിന്നെ അല്ല അവരിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ വല കയറ്റുക. അതിങ്ങനെ കയറ്റുമ്പോ അവർക്കൊരു പാട്ടുണ്ട്, അവരിങ്ങനെ പാട്ടിയിട്ടാണ് ഒരു നമുക്ക് മനസ്സിലാവില്ല എന്താ പറയുന്നത്, ഒരു റാൻഡം എന്തൊക്കെയോ ആയി തോന്നിയോ പറയാണ്. ശരിക്കും ഇത് താളത്തിൽ പറഞ്ഞിട്ട് അതിനെ കയറ്റി ആ ഫ്രഷ് ഫിഷ് പെടക്കണം മീനിങ്ങനെ അന്ന് അയില കിട്ടി, വെള്ളാവൂല് കിട്ടി, മിക്സ് കിട്ടി. ആ മീൻ അവിടെ തന്നെ ഇട്ട് നമ്മളൊക്കെ തന്നെ മീനിന്റെ ജീവൻ പോകുന്നതിന്റെ മുൻപ് ആ മീനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഒന്നുമില്ലാന്നേ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബേസിക് സാധനം ഒന്നുമില്ല. ആ ഒരു കറി വെച്ചു, അതുപോലെ വറുത്തു വന്നു. എന്റെ ജീവിതത്തിലെ ബെസ്റ്റ്. ആ ഫിഷിന്റെ ഫ്രഷ്നെസ്, അത്രയും ഫ്രഷ് ഫിഷാ. ഒറീസയില് പോയിട്ടൊരു മഹാപ്രസാദ് കഴിച്ചത് കഥയും കൂടെ ഉണ്ട്, അതൊന്ന് പറയോ? നമ്മുടെ മീനൊക്കെ മാറ്റി നിർത്തി ഒറീസയില്. അത് വെജില്, അത് ഞാൻ പറഞ്ഞു ഏതൊരാളോടും നിങ്ങളുടെ ലൈഫില് വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയും ഒറീസ. അവിടുത്തെ പുരി ജഗന്നാഥ ടെമ്പിൾ, അവിടുത്തെ മഹാപ്രസാദ് ഉണ്ട്. എനിക്ക് കറക്റ്റ് എണ്ണം മാറുന്നു, 52 ഡിഷോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. 52 ഡിഷും കൂടെ ചേർന്നാണ് ഈ പ്രസാദ്. അത് പ്രസാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു റിച്വൽ പറഞ്ഞത്. പുരി ജഗന്നാഥ് ഭയങ്കര ഫേമസ് ടെമ്പിളാണ്. പുരി ജഗന്നാഥ ടെമ്പിൾ ഭയങ്കര തിരക്കും ഒക്കെയുള്ള ടെമ്പിളാണ്. നമുക്കവിടെ ഫോണൊന്നും അലൗഡ് അല്ല. നമ്മൾ മെറ്റൽ ഡിറ്റക്ടറോടെ കയറി ക്യൂ നിന്ന് ചെരുപ്പൊക്കെ അഴിച്ചു കൊടുത്ത് എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി അങ്ങനെ കയറണം. അപ്പൊ കയറുമ്പോ ഇതിന്റെ സംഭവം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ആളുകൾ നമ്മള് ഇത് കൊടുക്കുമല്ലോ, നേർച്ച ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ് ഇത്. അപ്പൊ അവര് ചെയ്യുമ്പോ ആളുകൾ ചെയ്യും. ഇത് കുക്ക് ചെയ്യുന്നത് അടുത്ത് തന്നെ. കുക്ക് ചെയ്യുന്നത് മണ്ണിന്റെ
പാത്രങ്ങളാ, മണ്ണിന്റെ മൺപാത്രങ്ങളാ. നമ്മൾ വിചാരിക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു മൺകലങ്ങളല്ല, ഹ്യൂജ് വെസൽസ്, നല്ല ഹൈറ്റ് ഉള്ള ഹ്യൂജ് വെസൽസാ മണ്ണിന്റെ, അതിലെ കുക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു വിശ്വാസങ്ങൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ വേവ് കൂടാറില്ല, കുറയാറില്ല, പടിക്കടിക്ക് വെച്ചതിനെ പോലെ എല്ലാതും ഒരേപോലെ വേവാവും, ഇങ്ങനത്തെ ബിലീഫുകളുണ്ട്. അങ്ങനെ ഇതിന് കുറെ ഐതിഹ്യങ്ങള് കുറെ ഉണ്ട്. അപ്പൊ ഇത് അവര് മണ്ണിന്റെ പാത്രങ്ങൾ കുക്ക് ചെയ്യും. കുക്ക് ചെയ്തിട്ട് ഈ കുക്ക് ചെയ്ത സാധനം അതിനു മുമ്പ് പൂജ ചെയ്യുന്നല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇത് കുക്ക് ചെയ്ത ഈ ഫുഡ് നമ്മൾ പൂജ റിച്വൽസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇത് കൊണ്ടുവെക്കും. അതിനെ കൊണ്ടുവെക്കാൻ ഭയങ്കര രസമാണ്. നല്ല സൈസുള്ള മനുഷ്യന്മാരുണ്ടാവും. അവര് ഇപ്പൊ ഒരു മുളയുടെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കമ്പുണ്ടാവും, അതിന്റെ അകത്തൊരു ഉറി പോലെ കെട്ടിയിട്ട് രണ്ട് സ്ഥലത്ത് ഇതിങ്ങനെ വെച്ചിട്ട് അല്ല ഇതിങ്ങനെ ഓടിയിട്ടാ കൊണ്ടുപോവാ. ഓടിയിട്ടൊക്കെ ഇത്രയും ആ ഫുഡ് ഞാൻ പറഞ്ഞ മണ്ണിന്റെ വലിയ വലിയ പാത്രങ്ങളാ. അത് നമ്മളിങ്ങനെ കോല് വെച്ച് നമ്മളീ പുരാണങ്ങളൊക്കെ അതിന്റെ ഈ വിഷ്വലൈസേഷൻ മഹാഭാരത രാമായണം എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ കാണുമല്ലോ. ഇത് വെച്ചിട്ട് അതിന്റെ രണ്ടറ്റത്ത് ഉറി പോലെ കെട്ടിയിട്ട് അങ്ങനെ തോളത്ത് വെച്ച് കൊണ്ടുപോകും. ഇതിന് ശേഷം അവർ ഈ പൂജ എല്ലാം കഴിഞ്ഞ ശേഷം ഇതിലും അതേപോലെ തന്നെ വലിയ ഈ തലയിൽ വെക്കുന്നതൊക്കെ ആയിട്ട് ഇത് വെച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുപോകും. പുറത്ത് ഇത് സെല്ല് ചെയ്യാണ്. ആക്ച്വലി പബ്ലിക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം, വാങ്ങിക്കണം, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അതൊരു റവന്യൂ ആണല്ലോ, തെറ്റൊന്നുമില്ല. കാരണം ആളുകൾ വേസ്റ്റ് ചെയ്യൂല, പൈസ കൊടുത്താൽ നല്ല കാര്യം. അതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് സെല്ല് ചെയ്യുന്ന ആളുകൾ ഇരിപ്പുണ്ടാവും. അവരിങ്ങനെ പുറത്ത് ഇങ്ങനെ നിലത്തിരിക്കുകയായിരിക്കും. കാരണം ആ ടെമ്പിളിന്റെ നിലത്ത് സ്റ്റോണാ. അവിടെ അവര് തന്നെ പുറത്ത് ഇരുന്നിട്ട് അവരാണിത് വിൽക്കുക. ഈ വിൽക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാല് ഇത്രയും നമ്പർ ഓഫ് ഡിഷസ് ഒരുപാടുണ്ട്. എല്ലാം വെജാണല്ലോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളടുത്ത് ചിലപ്പോൾ ഒരു 6 ഡിഷ് ഉണ്ടാവുള്ളൂ, അടുത്ത ആളത്ത് 8 ഡിഷ് ഉണ്ടാവും, അടുത്ത ആളത്ത് 5 ഡിഷ് ഉണ്ടാവും. പലരിടത്തുമായിട്ടാണ് പല ഡിഷുകളും. അത് നമ്മുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ അതിന് പല ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോ എനിക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അവരോട് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഞാൻ ഇങ്ങനെ ഇത്ര ദൂരം നിന്ന് വന്നു പറയുമ്പോൾ എനിക്ക് എല്ലാത്തിനും കുറച്ച് പൈസ ഒന്നും തരാണ്ട്, ചെറിയ പൈസ ഉള്ളൂ, ഒരുപാട് തരാം. പക്ഷെ എനിക്ക് പൈസ ഒന്നും തരാണ്ട് കുഞ്ഞു എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്തില്ല, കുറെയൊക്കെ. ഇതിന് പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല വെജ്. ഈ വെജൊക്കെ പ്രോപ്പർ നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ഫീൽ ഉണ്ട് ഈ വെജ് ഉണ്ട്. അത് തന്നെ പല മധുരമുള്ള കറികളുണ്ട്, ദാൽമ, ദാൽച്ച, ഇവിടെ പലതരം റൈസുകളുണ്ട്, മധുരമുള്ള റൈസുകളുണ്ട്, പല കളർ റൈസുകളുണ്ട്. ഈ കറികൾ തന്നെ പലതരം ഉണ്ട്. ഈ ദാലിട്ട് അതും ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് വെജാന്ന് പോലും ഫീൽ ചെയ്യാത്ത അത്രയും ടേസ്റ്റുകളാണ്. വിയറ്റ്നാമിൽ പോയത് സോളോ ആയിട്ടെന്ന്, അവിടെ പോയപ്പോ കഴിച്ച ഫുഡ് എങ്ങനെയൊക്കെയാ? വിയറ്റ്നാം അടിപൊളി സ്ഥലം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ബാക്കിയുള്ളവർക്ക് ഉപയോഗം തോന്നുന്നൊരു സാധനം ഞാൻ പ്ലാൻ ചെയ്ത് അത് ഭയങ്കരമായിട്ട് സ്നേഹിൽ കഴിക്കും. ഒച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിഷ് അല്ല, ഒച്ച മാത്രം കിട്ടുന്ന കടയാ. വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും വെറൈറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു കടയിൽ കയറിയപ്പോ നമുക്കിങ്ങനെ അവരിങ്ങനെ ഒരു കൂളറിൽ വിസി കൂളർ, നമ്മൾ സ്റ്റാൻഡിങ് നമ്മൾ പെപ്സി ഒക്കെ വെക്കുന്ന കൂളറിൽ ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ടില്ല, വിസി കൂളർ എന്ന് പറയും. അതിനകത്ത് ഓരോ ഇതിലും ഓരോ ടൈപ്പ് ഒച്ച, കുഞ്ഞു ഒച്ച തുടങ്ങിയിട്ട് വലിയ ഒച്ചയൊക്കെ ഉണ്ട്. പല പല ഒച്ചകളുണ്ട്. ഓരോ ഒച്ചിനും പലതരം പ്രിപ്പറേഷൻസ് ഉണ്ട്, പല ഡിഫറെന്റ് പ്രിപ്പറേഷൻസ്. അപ്പൊ അവിടുത്തെ ഒരു മെനുവില് സിംഗിൾ പ്രിപ്പറേഷൻ അല്ല, പല ടൈപ്പ്. നമ്മളെ ബട്ടർ ഗാർലിക് പ്രോൺസ് ചെയ്യുന്ന പോലെ അതിന് വേറെ വെച്ച്, ബോയിൽ ചെയ്തിട്ട് സൂപ്പ് പോലെ വേറെ വെച്ച്, അങ്ങനെ പല പല ഒച്ചുകളുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെ സെർവ് ചെയ്യാന്ന് വെച്ചാൽ വിത്ത് ഷെല്ല് സെർവ് ചെയ്യും, വിത്ത് ഷെല്ല് കളഞ്ഞിട്ടുള്ള ഒച്ചിന്റെ സാധനങ്ങളുണ്ട്. വിത്ത് ഷെല്ലാണെങ്കിൽ അത് തരും, അത് കുത്തിയെടുക്കാനൊരു സാധനം തരും. എന്നാൽ നമ്മളെങ്ങനെ കഴിക്കുക വെച്ചാൽ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിക്കും, ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് ആ സോസിൽ ഡിപ്പ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 5 ടൈപ്പ് കണ്ട് ഒച്ചകൾ കഴിച്ചു, ഡിഫറെന്റ് ടൈപ്പ് ഒച്ച 5 ഒച്ചകളെ കഴിച്ചു. അത് എനിക്ക് ഭയങ്കര, അത് കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണ്ടെന്നുള്ള സാധനം പക്ഷെ കഴിച്ചോണെങ്കിൽ ഭയങ്കര ടേസ്റ്റാ. നോർമൽ ഫുഡാ അങ്ങനത്തെ എന്തെങ്കിലും ആണോ? ഇതൊരു ഏറ്റവും ബുദ്ധിമുട്ടി ഹണ്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടോ, ഒരു ഫുഡ് ഹണ്ട് ചെയ്ത് പക്ഷെ വേർത്താന്ന് തോന്നിയൊരു? അല്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാല് ഫുഡ് ഹണ്ട് ചെയ്തതിനെക്കാട്ടിലും ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്തതാ. നമ്മുടെ ലോക്ക്ഡൌണിന്റെ ടൈമില് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ ആളുകള് എൻ്റെ യൂട്യൂബിൽ കണ്ട വീഡിയോയും അതായിരുന്നു. 20 മില്യണോ 2 കോടി ആളുകളെന്തോ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാല്
നമ്മൾ ഒരു ദിവസം പോയിട്ട് ഞാൻ ഒരു സ്ഥലം കണ്ടു. എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കല്ല് നിരത്തി വെച്ചിട്ട് കല്ലടിയിൽ നിന്ന് തീ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു ഫിഷ് കുക്ക് ചെയ്യണം എന്നുള്ളൊരു ഒരു തോട്ട് എനിക്കങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിന് പോയിട്ട് ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലം കണ്ടിട്ട് ഓക്കെ ഇവിടെ ചെയ്യാം തീരുമാനിച്ചു ഒരു ദിവസം. ആ സ്ഥലം അതിന് മുൻപേ പ്രിപ്പറേഷൻ പറഞ്ഞാൽ ഈ കല്ലടിക്ക് വെക്കാൻ വേണ്ടിട്ട് ഒരു ഗ്രില്ല് ഷോപ്പിൽ പോയിട്ട് വെൽഡ് ചെയ്ത് ഉണ്ടാക്കി, ഒരു പ്രത്യേക ഗ്രില്ലൊക്കെ അതിന് വേണ്ടിട്ട് ഉണ്ടാക്കി. പിന്നെ ഈ സ്ഥലം പോയി കണ്ടു. ഒരു പുഴയുടെ സൈഡിലാണ്. അപ്പൊ ലോക്ക്ഡൌൺ ടൈമാണ്. അവിടെ പോയിട്ട് അതൊക്കെ കണ്ടിഷ്ടപ്പെട്ടു. അടുത്ത ദിവസം വേറെ ദിവസം പോയിട്ട് നമ്മള് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി. അതും പുഴന്റെ അങ്ങോട്ട് വണ്ടി പോവില്ല, അടുത്ത് വരെ പോവില്ല. 2-3 ആളെ ഹെൽപ്പിനോ കൊണ്ടുപോയിട്ട് ഇത് കത്തിക്കാനുള്ള കരി ഏറ്റിക്കൊണ്ടുപോയി. ഇതിന് ഫിഷ്, ഇതിന് വേണ്ട ബാക്കിയുള്ള ഗ്രില്ല് ഇതെല്ലാം കൊണ്ടുപോയി. നമ്മളിങ്ങനെ ചെന്നപ്പോ ആളുകൾ പ്രശ്നം ഉണ്ടാക്കി, ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു പുഴയുടെ സൈഡിലല്ലേ, ആരോടും പെർമിഷൻ ചോദിക്കില്ല. ചെന്നപ്പോ കാരണം ലോക്ക്ഡൌൺ ടൈമാണ്, ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ആളുകൾ മദ്യപിക്കലും അലമ്പുള്ളതുകൊണ്ട് പ്രശ്നം എന്താന്നുള്ള ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു പോന്നു. ചെയ്തില്ല. പിന്നെ നമ്മൾ അടുത്ത് ലോക്കൽ ആളുകളായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ ഡീലാക്കിയത് 3-ാമത്തെ ദിവസം വീണ്ടും പോയി. 3-ാമത്തെ ദിവസം പോയി നമ്മള് ഇതൊക്കെ കത്തിച്ചു. ഈ കല്ല് കത്താൻ തന്നെ കുറെ സമയം എടുക്കും. ഇത് കത്തുന്നില്ല കാരണം ഓൾറെഡി കാറ്റല്ല, ഓൾറെഡി ഒരു കുഞ്ഞു മഴയുണ്ടായിരുന്നു. മഴയിലുള്ളതിനൊക്കെ തണുത്തിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ തലേന്ന് കൊണ്ടുവച്ച വിറക് ഇത്രയും ചുമന്ന് കൊണ്ടുപോയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാല് ഇത് അവിടെ തന്നെ ഇട്ടു. ഇച്ചിരി ഈർപ്പം, നമ്മൾ നനയാത്ത സ്ഥലത്ത് വെച്ചേ, ബട്ട് സ്റ്റിൽ ഒരു ഈർപ്പം പിടിച്ചു. ഇത് കത്തുന്നില്ല. എന്നിട്ട് പിന്നെ ഒരുത്തം പോയിട്ട് പെട്രോള് വാങ്ങിച്ച് കൊണ്ടുവന്ന് തൊഴിച്ച് കത്തിച്ച് എഫേർട്ട് എടുത്ത് കല്ല് ചൂടാവണല്ലോ. ഈ കല്ലുകളൊക്കെ പുഴയുടെ സൈഡിൽ നിന്ന് പെറുക്കിയതാ. കല്ലൊക്കെ ഏകദേശം ചൂടായി വന്ന സമയത്ത് മഴ അങ്ങ് പെയ്തു. മഴ പെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ കവർ ചെയ്ത് പിടിച്ചു. പക്ഷെ എന്താ പറ്റി വെച്ചാല് ഇത് ഒരു നമ്മുടെ പാത്രക്കടവ് എന്ന് പറയും, അത്രയും കുന്തിപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയുടെ ഒറിജിനാ. പെട്ടെന്ന് മഴ പെയ്തപ്പോ നമ്മൾ ഇതൊക്കെ കവർ ചെയ്ത് വെച്ചു. പക്ഷെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് ഒരു പാത്രക്കടവ്, ഒരു കുന്തിപ്പുഴ, ഒരു പുഴയുടെ ഒറിജിനലുള്ള സ്ഥലം ഓൾമോസ്റ്റ് തുടക്കം ഒരു പുഴയുടെ അടുത്താ, അതായത് മലയുടെ അടുത്താ, ഒന്നിച്ച് വെള്ളം വരും. ഈ മലയുടെ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ ഈ പുഴയില് വെള്ളം കയറി പെട്ടെന്നാ. ഈ മഴയുടെ എഫക്റ്റ് പെട്ടെന്ന് കിട്ടി. വെള്ളം കയറി ഈ കത്തിച്ചത് എല്ലാം നഷ്ടമായി, ഒലിച്ചങ്ങ് പോയി. അതെ, 3-ാമത്തെ ദിവസം ഒരു തോറ്റു കൊടുക്കൂലെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം വീണ്ടും പോയി. 4-ാമത്തെ ദിവസം വീണ്ടും ഇതൊക്കെ ആദ്യം സെറ്റ് ഇതാക്കി കത്തിച്ച് അത് ഓൾറെഡി കത്തിക്കുന്നൊക്കെ ഷൂട്ടും ചെയ്തായിരുന്നു, എടുത്തു. 5-ാമത്തെ ദിവസം എഡിറ്റ് ചെയ്തു. 5 ദിവസം, ആക്ച്വലി 5 ദിവസം കൂടുതലുണ്ട്. 4-ാമത്തെ ദിവസം ഫിനിഷ് ചെയ്തു. തോറ്റു കൊടുക്കൂല എന്നുള്ള വാശിയായിരുന്നു. അവിടെ ഫിനിഷ് ചെയ്ത് 5-ാമത്തെ ദിവസം എഡിറ്റ് ചെയ്തു. അതിന് മുമ്പ് ഏകദേശം ഒരു 6-7 ദിവസം ഈ ഒരു ഇതിനു വേണ്ടി ചെലവഴിച്ചു. പക്ഷെ ആ സാധനം എന്റെ ഏറ്റവും കൂടുതൽ റീച്ച് ഇട്ട വീഡിയോ. ഒരു നഷ്ടം വന്നില്ല. ശരിക്കും ഇപ്പത്തെ കാലത്ത് ഫുഡ് ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഈ പറഞ്ഞ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റി, ക്ലെൻലിനെസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകെയുണ്ട്. അപ്പൊ ശരിക്കും ഈ ഒരു റെസ്പോൺസിബിലിറ്റിയിലേ അല്ലേ സാബു ഏറ്റെടുത്തേക്കണേ? അതെങ്ങനെയാ നോക്കണേ? അല്ല, അതിന്റെ 2 സൈഡ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഫുഡ് ബ്ലോഗ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഒരാൾ പറയണ ഭയങ്കര ഹൈജീനിക് ആണ് എന്ന് അയാൾ പറയുന്നുണ്ട് എങ്കിൽ ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റാൻഡം ആയിട്ട് ഒരു സ്ഥലത്ത് പോവാണ്, വീഡിയോ ആണ്, അവിടുത്തെ കിച്ചൺ നമ്മൾ കാണുന്നില്ല, നമ്മളെ കിച്ചണിലോട്ട് കയറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ കിച്ചൺ ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷെ അവർ ക്ലീൻ ചെയ്തിട്ടുള്ള കിച്ചൺ ആയിരിക്കും കാണിക്കുന്നത്. റോ മെറ്റീരിയൽ എവിടുന്ന എന്താ ഒന്നും നമുക്കറിയില്ല, അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഫുഡ് വ്ളോഗർക്ക് ഇതിന് റെസ്പോൺസിബിലിറ്റി ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഏത് ഫുഡ് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കും? കാരണം അയാൾക്ക് ഇത് ഒരിക്കലും ചോദിച്ചു മനസ്സിലാക്കാനോ അത് ചോദിച്ചാൽ തന്നെ ഇത് ഉറപ്പുവരുത്താനോ പോസിബിൾ അല്ല. ഇത് ചെയ്യേണ്ടത് ഇവിടുത്തെ അതോറിറ്റീസ് ആണ്. അപ്പൊ ഒരിക്കലും 100% ഫുഡ് വ്ളോഗറെ ട്രസ്റ്റ് ചെയ്യേണ്ടെന്ന് തന്നെ പറയുള്ളൂ. 100 പോയിട്ട് 50 പോലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഫുഡ് വ്ളോഗർ ആ ഇടുന്നത് ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി.
എക്സാക്ട്ലി അത്ര എടുത്താൽ മതി. ഇപ്പൊ വെജിന്റെ ഇതിൽ വെച്ച് നമുക്ക് ഒറീസയിലെ പുരി അവിടെ വെച്ചൊരു സംഭവം നമ്മൾ പറഞ്ഞു. അതൊരു നോൺ വെജിന്റെ ഒരു എക്സ്പെരിമെന്റ് പറയാൻ പറഞ്ഞാൽ അത് എവിടെയായിരിക്കും? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു താലി എക്സ്പീരിയൻസാ. അതും ഒരു റെസ്റ്റോറന്റ് എന്നല്ല, അതൊരു വീട്ടിൽ നിന്നാ. മറ്റേതൊരു ടെമ്പിൾ നിന്നാണെങ്കിൽ ഇതൊരു വീട്ടിൽ നിന്നാ. അത് നമ്മൾ ബോറാസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. ബോറ എന്ന് പറഞ്ഞൊരു മുസ്ലിംസിൽ തന്നെ വേറൊരു ബിസിനസ് പീപ്പിൾ, ഷിയ മുസ്ലിംസിലാണ്. അവരൊരു വേറെ തന്നെ, കാരണം ആക്ച്വലി ദേ ആർ റിച്ച്. അവരെല്ലാം ബിസിനസ് ചെയ്യുന്നവരാണ്, അത്യാവശ്യം അവരെല്ലാം റിച്ച് ആണ്. ഇവരുടെ ഒരു ഫുഡ് ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കും, ഒരു താളി കൊണ്ടുവരും. ആദ്യം സെർവ് ചെയ്യുന്നത് ഉപ്പായിരിക്കും. അതിൽ തന്നെ ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. നമ്മളൊരു ചെറിയ ചെപ്പിൽ വെക്കും. ആ ഉപ്പ് നമ്മൾ നാക്കിൽ വെക്കും, ഉപ്പ് ടേസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്തത് ഒരു സ്വീറ്റ് ആണ്. ഉപ്പ് കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഒരു സ്വീറ്റാ. മേ ബി നെക്സ്റ്റ് കോഴ്സ് ബൈ കോഴ്സാ സെർവ് ചെയ്യുക. ഒരു താളുണ്ടാവും, അതിലെ കൊണ്ട് നിൽക്കാം. അതെന്തെങ്കിലും ഒരു മധുരമുള്ള സാധനമായിരിക്കും. മേ ബി ഒരു ഹൽവ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഖീർ, ഒരു പായസമായിരിക്കാം. അന്നെന്തോ ഒരു ചരങ്ങ് വെച്ചിട്ടുള്ള ഒരു ഹൽവ എന്താണ് അന്ന് സെർവ് ചെയ്ത് അത് കഴിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചപ്പാത്തി വരുന്നു, അതൊക്കെ ഒരു കറി വരുന്നു, വേറെ സൈഡ് ഡിഷ് വരുന്നു, പിന്നെ ഒരു ബിരിയാണി വരുന്നു, പിന്നെ ഒരു ഡെസേർട്ട്. ഇങ്ങനെ കോഴ്സ് ബൈ കോഴ്സ്. അപ്പോൾ ഓർക്കാൻ വേണ്ടി ഈ സെയിം ഫുഡ് ഞാൻ ചെന്നൈയിലൊരു ബോറയുടെ വീട്ടിൽ പോയിട്ടും ചെന്നൈയിൽ നിന്നും ഒരു ബോറ കമ്മ്യൂണിറ്റിയുടെ വീട്ടിൽ പോയിട്ട് കഴിച്ചു. 2 തവണ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ബെസ്റ്റ് എക്സ്പീരിയൻസ് കോഴിക്കോട്. അവിടെ ഇപ്പോഴും വൈഫ് പറയും, നമ്മൾ അന്ന് കഴിച്ചൊരു ചിക്കൻ ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചിക്കൻ കറിയാണ്. അത് ചിക്കൻ്റെ ലെഗ് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് അതിൽ ആപ്രിക്കോട്ടും നട്ട്സ് ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഒരു റെഡ് കളർ മസാല. അത് എനിക്ക് ടേസ്റ്റ് പറഞ്ഞില്ല, ഭയങ്കര റിച്ച് ടേസ്റ്റാ. മലയാളികൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട 5 സ്പോട്ട് പറഞ്ഞല്ലോ കേരളത്തിൽ. കണ്ണൂർ എന്തായാലും പോയി കഴിക്കുന്നത് നമ്മളെ നാഷണൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, തലശ്ശേരി നാഷണൽ. സീ ഫുഡും ഇതൊക്കെ കിട്ടുന്ന അവിടെ കല്ലുമ്മക്കായ ഉണ്ടാവും, കക്ക ഉണ്ടാവും, ക്രാബ് ഉണ്ടാവും, ചെമ്മീൻ ഉണ്ടാവും, ഇങ്ങനെ പല പല സാധനങ്ങളുണ്ടാവും. അയല, അയക്കോറ, ഭയങ്കര രസം. വലിയൊരു പ്ലേറ്റിലാണ് തരിക. ഓരോ സൈഡ് ഡിഷും ഓരോ മസാലയിലാണ് പ്രിപ്പയർ ചെയ്യുക. അത് എപ്പോഴും ഞാൻ എല്ലായിടത്തും നിങ്ങൾ എന്തായാലും പോയി കഴിക്കാൻ. പിന്നെ കൊച്ചിയിൽ എപ്പോഴും എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ നമ്മുടെ റഹ്മാനിയുടെ ബിരിയാണി, കൊച്ചിൻ റഹ്മാനിയ, അതിന്റെ ബിരിയാണി എന്തായാലും. ആ ഒരു ബിരിയാണി തൃശ്ശൂരാണെങ്കിൽ എൻ്റെ എപ്പോഴും ഒരു ഗോ ടു ഗോ പ്ലേസാ. തൃശ്ശൂർ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാലക്കുടി രഘുചേട്ടൻ്റെ കടയുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. അവരുടെ എല്ലാ സാധനവും അടിപൊളിയാ. എല്ലാ സാധനം മീൻസ് മീന് വറുത്തിട്ട് പിന്നെ അത് തേങ്ങ അരച്ചിട്ടൊരു തേങ്ങാപ്പാൽ കൊണ്ടൊരു കറി ഉണ്ടാക്കും. വറുത്ത മീൻ കറി എന്ന് പറയാം. അതുണ്ട്. വറുത്തരച്ച മീൻ കറിയല്ല, ഫിഷ് ഫ്രൈ ചെയ്തിട്ട്. പിന്നെ അവിടുത്തെ ഡക്ക് കിടിലൻ ഡക്ക, രഘുചേട്ടൻ്റെ കട. അതെന്തായാലും ഒരാൾ പോണ്ടേന്ന് പറയും. പിന്നെ പാലക്കാട് എൻ്റെ നാടാണ്. ആ പാലക്കാട് പറയുകയാണെങ്കിൽ നമ്മുടെ നായരുടെ കറക്റ്റ് പേര് മറന്നുപോയി. അതിന്റെ പുട്ടും മട്ടനും കോമ്പിനേഷൻ ഉണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സംഭവമൊന്നുമില്ല, പക്ഷെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടും. പിന്നെ എറണാകുളത്ത് നമ്മുടെ പറവൂർ സൈഡിലുള്ള ആ നായരുടെ കട, ഏത് പുട്ട്, പപ്പടം, പരിപ്പ് പുള്ളിയുടെ പരിപ്പ് സ്പെഷ്യലാ. നമ്മുടെ പരിപ്പ് കറിയല്ല, ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ആ പരിപ്പ്. സെമി ഗ്രേവി അല്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു പരിപ്പാ. അതൊന്ന് പോയി ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ആ പരിപ്പ്. പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞം സൈഡിൽ പോയിട്ട് അവരുടെ വിഴിഞ്ഞം സ്റ്റൈല് ഫിഷ് ഫ്രൈ ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ്. പിന്നെ എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. മലയാളികൾ ആസ് സച്ച് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് വള്ളസദ്യ. ആറന്മുള വള്ളസദ്യ. അത് പ്രോപ്പർ അതിന്റെ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് പറ്റില്ല, ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ നമുക്കൊരു ലൈഫിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് ചെയ്യണം. അത് നമ്മൾ ആ വള്ളക്കാരുടെ കൂടെ തുഴഞ്ഞു പോയി പാട്ടൊക്കെ പാടി അവിടെ പോയി ഇറങ്ങി എല്ലാ റിച്വൽസ് ഒക്കെ കണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുന്നു. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ ചൂസ് വൺ റൗണ്ട് ആണ്. അതായത് ഞാനൊരു കാര്യം ചോദിക്കും, അതിൽ പെട്ടെന്ന് വരണം മനസ്സിൽ വന്ന ആദ്യത്തെ സാധനം പറയാം. ഒറ്റ സാധനം. കംഫർട്ട് ഫുഡോ? ചോറും മീനും. ശരിക്കും എന്തോ വിഷയം. സോൾ ഫുഡ്, എനി ഡേ എനി ടൈം. അടുത്തത് ഇതുവരെ കാത്തിരുന്നിട്ടും ഹണ്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു സ്ഥലം, അങ്ങനെ ഉണ്ടോ? കാത്തിരുന്നിട്ട് ആഗ്രഹിച്ചപ്പോ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ട് കേരളത്തില്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതുവരെ പറ്റാത്തതെന്ന് പറഞ്ഞാല് ഉള്ളത് കാശ്മീരി വസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാശ്മീരില് കുറെ മൾട്ടിപ്പിൾ ഡിഷസ്. അവര് ഫംഗ്ഷനില് നമ്മൾ നേരത്തെ താൾ എന്ന് പറഞ്ഞ പോലെ തന്നെ
നമ്മളെ സദ്യ പോലെ തന്നെ വസ്വാൻ. അത് വസ്വാൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി കാശ്മീരി സദ്യയാണ്. അതിൽ പല പല ഡിഷുകൾ, റൈസ് ഉണ്ടാവും, അവിടെ പല ഗുസ്താവോ, ഒരുപാട് ഡിഷുകൾ അതിലുണ്ട്. കുറേ ഡിഷുകൾ അതിൽ പല പല ടൈപ്പ് മട്ടൻ്റെ, മോസ്റ്റ്ലി മട്ടൻ്റെ ഡിഷുകൾ, ഈ കബാസ് പോലെയും കറികളായിട്ടൊക്കെയുള്ള ഒരുപാട് ഡിഷുകളുള്ളൊരു സംഭവമാണ് വസ്വാൻ എന്ന് പറയുന്നത്. അതിനുണ്ടാക്കുന്ന രീതി ഇപ്പോൾ ഞാനിതൊരു കാശ്മീർ പോയിട്ടില്ല. കാശ്മീരിൽ പോയാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടും. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു പ്രോപ്പർ ഒരു കല്യാണത്തിന് പോകണം. കാശ്മീരി കല്യാണം. അപ്പോൾ കല്യാണത്തിനാണ് അവർ അതും ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഡിഷ്, ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്പർ ഓഫ് ഡിഷസ് ഉണ്ടാവുക. ഭയങ്കര റിച്ച് ആയിട്ടുള്ള കല്യാണം. അതെങ്ങനെ ഉണ്ടാക്കുക? ഒരു മരത്തിന്റെ തടിയില്ലേ, മരത്തിന്റെ തടി കത്തിക്കും. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പോട്ടുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കുടുക്കാന്ന് പറയൂലേ, അതുപോലത്തെ ഇങ്ങനെയുള്ള അതിലാണ് ഉണ്ടാക്കുക. മരത്തിന് തടി കത്തിച്ചിട്ട് അതിന് മുകളിൽ ഇത് വെക്കും. എന്നിട്ട് ഓരോ കറികൾ ഓരോന്നില് ഉണ്ടാക്കും. പല പല ടൈപ്പ് കറികൾ. അത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നു, ഇതുവരെ പറ്റിയിട്ടില്ല. അതൊന്നും വേഗം പറ്റട്ടെ, അതിന്റെ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് പറ്റട്ടെ. താങ്ക് യു. ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു പോപ്പുലർ ഫുഡ്? ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയൊരു പോപ്പുലർ ഫുഡ് പോപ്പുലർ ഫുഡ് വെച്ച് നമ്മൾ കേട്ടിട്ടുള്ള, നമുക്ക് അറിയാവുന്ന ഒരു ഫുഡ് മന്തി. കേരളത്തിലെ മന്തി ഫാൻസിന് പൊങ്കാലിടും. മന്തി ഇഷ്ടമില്ലാത്ത ആളാണ്. മന്തി വിത്ത് മയണൈസ് ഇഷ്ടമില്ലാത്ത ആളാണ്. കേരളത്തിലെ മന്തി വിത്ത് ഇവിടുത്തെ മന്തി. നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാലും മന്തി എനിക്ക് ഇഷ്ടമാണ്. മന്തി എന്ന് പറഞ്ഞാൽ അത്രയും, മന്തിയിൽ ശരിക്കും നമ്മൾ പുറത്തു പോയി കഴിക്കുമ്പോൾ മട്ടന്റെ ഫാറ്റിന്റെ ടേസ്റ്റും അതും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മയണൈസ് എന്ന് പറയുന്ന സാധനം മന്തി റെസ്റ്റോറൻറ്റിൽ പോലും കിട്ടുകയല്ല. നമ്മളെ കേരളത്തിലെ മന്തി കൾച്ചർ, മന്തി വിത്ത് മയണൈസ്. ഓരോരുത്തരുടെ പ്രിഫറൻസ്, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഞാൻ എന്റെ പ്രിഫറൻസ് മന്തി വിത്ത് മയണൈസ് മോസ്റ്റ് ഓവർ റേറ്റഡ് ആയിട്ട്. അതൊരു കിടൽ ആൻസർ ആയി പോയിട്ട്. അടുത്ത് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയൊരു ഫുഡ്? ഫുഡിനേക്കാളും ഞാൻ ഒരു ഇൻഗ്രീഡിയന്റ് പറയാം. വഴുതനങ്ങ അല്ലെ, നമ്മള് വീട്ടിലൊന്നും അത്ര അങ്ങോട്ട് വാങ്ങിക്കില്ല. നമ്മൾ റെസ്റ്റോറന്റിൽ എവിടെ ഉണ്ടാവില്ല, നമ്മൾ ഗസ്റ്റ് വരുമ്പോ കൊടുക്കൂല. പക്ഷെ നമ്മൾ വേറെ ഏത് ക്യൂസിൻ എടുത്തു കഴിഞ്ഞാലും അവര് ഇതിനെ ട്രീറ്റ് ചെയ്ത രീതി, നമ്മൾ വഴുതനങ്ങ എന്ന് പറയുമ്പോൾ അതിന് എഗ് പ്ലാന്റ് എന്ന് പറയും, എഗ് പ്ലാന്റ് എന്ന് പറയും, ഒബർജെയിൻ എന്ന് പറയും. ഒബർജെയിൻ ബ്രിട്ടീഷുകാരൊക്കെ ഒബർജെയിൻ എന്ന് പറയാം. അപ്പോൾ ആ ക്യൂസീനിലാണെങ്കിൽ മുസാക്ക എന്ന് പറയുന്ന ഡിഷ് ഉണ്ട്. നമ്മൾ വഴുതനങ്ങയുടെ ഇങ്ങനെ വഴുതനങ്ങ സ്ലൈസ് പോലെ ഉണ്ടാവും, അതിനുള്ളിൽ ചീസ് ഉണ്ടാവും, മീറ്റ് ഉണ്ടാവും, ലെയർ ചെയ്ത് ഭയങ്കര അടിപൊളി ഡിഷാണ്. പിന്നെ നമ്മൾ മെഡിറ്ററേനിയൻ ക്യൂസിൻ, അതായത് അറബിക് അങ്ങനത്തെ ക്യൂസിലാണെങ്കിൽ അവരുടെ ബാബ ഗണോഷ്, അവരുടെ ഡിപ്പുകളുണ്ട്. ഈ കോൾ മെസയിലുള്ള ഡിപ്പുകളിലൊക്കെ വഴുതനങ്ങ ഗ്രില്ല് ചെയ്തിട്ട് അരച്ചിട്ട് ചെയ്യുന്ന ഡിപ്പ് ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബാബ ഗണോഷ് എന്നൊക്കെ പറയുന്ന ഡിപ്പുകളുണ്ട്. മുത്തബെല്ല് ഇതേ പറഞ്ഞ പോലെ വഴുതനങ്ങ അരച്ചിട്ടാണ് മുത്തബെൽ എന്ന് പറഞ്ഞ ഡിഷൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പൊ തമിഴ്നാട് വേണമെങ്കിൽ എണ്ണക്കത്രിക്ക ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, വഴുതനങ്ങയാണ്. നമ്മൾ ഹൈദരാബാദ് പോവാണെങ്കിൽ ബഗാറെ ബൈങ്കൻ, നമ്മൾ ഹൈദരാബാദ് ബിരിയാണി ഏറ്റവും ഫേമസ് ആണ്. അതിന് കൂടെ സൈഡായിട്ട് കൊടുക്കുന്ന കറി എന്ന് പറഞ്ഞാൽ ബഗാറെ ബൈങ്കൻ, വഴുതനങ്ങയാണ്. അങ്ങനെ എല്ലാ ക്യുസീനിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സാധനമാണ് വഴുതനങ്ങ. ഒരുപാട് ക്യുസീനിലുണ്ട്. പക്ഷെ നമ്മൾ ഇതിനാകെ ചെയ്യാന്ന് പറഞ്ഞാല് ഇട്ടിട്ട് ഇങ്ങോട്ട് കുത്തി ഉടച്ച, അല്ലെങ്കിൽ നമ്മൾ ആകെ ഒരു പശവശപ്പാക്കിയിട്ടാണ് കഴിക്കുന്നത്. മെഴുക്കുവരട്ടി തന്നെ. നമ്മൾ ഇപ്പോഴും അതിന്റെ ഒരു പ്രോപ്പർ ടേസ്റ്റ് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര അണ്ടർ റേറ്റഡ് ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട്. ഈ പല സ്ഥലങ്ങളിൽ പോയി ഇതുപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസിന്റെ കാര്യങ്ങൾ അതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ടോ? അല്ല, അങ്ങനെ ട്രൈ എന്ന് പറഞ്ഞാൽ ചിലത് ചെയ്ത് നോക്കാം പറ്റുന്ന സാധനങ്ങള് നമ്മൾ, ഐ മീൻ നമ്മുടെ ഇന്ത്യൻ ക്യൂസീനിലുള്ള സാധനങ്ങളൊക്കെ ചില നമ്മള് ഇപ്പോൾ നമ്മൾ മധുശേട്ടൻ്റെ അവിടെ പോയിട്ട് മധുശേട്ടൻ്റെ അവിടെ പോയിട്ടാണ് മധുശേട്ടൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പൊരിക്കാൻ ഇട്ടതിന് ശേഷം, ഫ്രൈ ചെയ്യാൻ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കുറച്ച് ചെറിയുള്ളി ചതച്ചിട്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ഇത് മുകളിൽ വെറുതെ ഇടും. ചെറിയുള്ളി കൊച്ചുള്ളി ചതച്ചിട്ട് കറിവേപ്പില മുകളിലിടും, മീൻ്റെ മുകളിൽ. ആ സാധനം മധുശേട്ടനിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. കാരണം ആ സാധനം ഭയങ്കര ടേസ്റ്റാണ്. അതിന്റെ മുകളിൽ അത് ഇട്ടത് മുകളിൽ കുറച്ച് പെപ്പർ ഇട്ടിട്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ, കുഞ്ഞു ടിപ്പുകളൊക്കെ പോയി കഴിച്ച് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഉമ്മയോട് പോയി പറയും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. ശരിക്കും ഒരുപാട് കോമ്പറ്റീഷൻ ഒരു ഫീൽഡാണ് ഈ ഫുഡ് ബ്ലോഗിംഗ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതില് ഫുഡ് ഹണ്ടർ സാബുവിന്റെ ഒരു യുണീക്നെസ് ചോദിച്ചാൽ അതെന്തായിരിക്കും?
ഈ കോമ്പറ്റീഷൻ എങ്ങനെയാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ ഇതില്. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു ഫുഡ് കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ വേണ്ടിയിട്ടോ വ്ളോഗർ ആവാൻ വേണ്ടിയിട്ടോ ഇതിന്റെ ഫെയിമോ മോണിറ്ററി ബെനിഫിറ്റ്സോ കണ്ടുവന്ന ആളെ തുടങ്ങിയതല്ല. അല്ല, ഒരു ഫുഡ് വ്ളോഗിംഗ് എന്നുള്ളൊരു വാക്ക് പോലും അറിയാണ്ട് ഇതിലോട്ട് വന്ന ഒരാളാണ്. ഓർഗാനിക് ഗ്രോത്ത്, 100% ഓർഗാനിക് ഗ്രോത്താ. ഇതുവരെ ഞാൻ പറയുന്നത് നോ ബോട്ട്സ്, രണ്ടർത്ഥത്തിലും. അതായത് എന്താ പറയുന്നത്, ബോട്ട് ഫോളോവേഴ്സും ഇല്ല, ഇതുവരെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. അതായത് ഗീവ് അവേ അങ്ങനത്തെ നമ്മളെ കോണ്ടന്റ് കണ്ട് ഫോളോ ചെയ്തവർ മാത്രമേ നമുക്കുള്ളൂ. ആക്ച്വലി നമ്മൾ അതിനെ കുറിച്ച് വറീഡേ ആയില്ല. ഒരു തരത്തിലും അതിനെ കുറിച്ച് എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, കാരണം അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഓർഗാനിക്കലി നമുക്ക് ആ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. ഒരുപാട് ഫുഡ് ഹണ്ടിങ് ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളൊക്കെ തപ്പി പോട്ടെ. ആ യുണീക്നെസ് കീപ്പ് ചെയ്ത് പോട്ടെ. ആൻഡ് ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.